മുട്ട പൊരിക്കാൻ നേരത്തെ ഇതുപോലെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴും താഴെ വീണിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ ഫുഡൊന്നും ഇല്ല, അച്ചാറും മുട്ടയും നാരങ്ങയേ ഉള്ളൂ കേട്ടോ. അമ്മയാണെങ്കിൽ ബിഗ് ബോസ് കണ്ടിരുന്ന ചിരിയോട് ചിരിയാണ്. ചോറിൻ്റെ ഒരു ആപ്പിൾ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു പരീക്ഷണം ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ആപ്പിൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ ഡെർമഡോക്കിന്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ 4% നയാസിനമൈഡ് ഉള്ളത് ഒരു സൈഡിലും മറ്റൊരിടത്ത് വേറെ സൺസ്ക്രീൻ തേച്ച് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷണം വാട്ടർ റെസിസ്റ്റന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണത്തിലെ ഡെർമഡോക്കിന്റെ മറ്റേതിൽ വേറൊരു സൺസ്ക്രീൻ ഇട്ട് കലക്കി നോക്കിയപ്പോൾ ഡെർമഡോക്കിന്റെ സൺസ്ക്രീൻ കലങ്ങുന്നില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കയ്യിലും ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ രണ്ട് സൺസ്ക്രീനും ഇട്ട് തേച്ച് നോക്കി. ഒരെണ്ണം മെൽറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഡെർമഡോക്കിന് വൈറ്റ് കാസ്റ്റും ഇല്ല. ഇനി കുറച്ച് നേരം വെയിലത്ത് തന്നെ കുറച്ച് നേരം ഒന്ന് നിൽക്കാന്ന് വിചാരിച്ചിട്ട് രണ്ട് കയ്യിലും തേച്ചിട്ട് ഞാൻ നമ്മുടെ പപ്പിക്കുട്ടനെ ഇറക്കി വിട്ട് കളിയോട് കളിയായിരുന്നു. അവനാണെങ്കിൽ ഇപ്പം കടി കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അകത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമൽ സൺസ്ക്രീനിന് ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ഡെർമഡോക്കിന്റെ സൺസ്ക്രീനിന് ഞാൻ കുറച്ച് നേരം വെയിലത്ത് നിന്നതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പൊ പുറത്ത് വെച്ച ആപ്പിളിന്റെ സൈഡിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കിത് ഫേസിൽ ഇടുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് വരുന്നത്. ഈ ഒരു സൺസ്ക്രീനിലെ പർപ്പിൾ കളർ നമ്മുടെ ഇന്ത്യൻ സ്കിന്റെ യെല്ലോ കളർ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ഒരു ഗ്ലോ തരും. ഒരുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. SPF 50 ഉണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. QR കോഡ് ഞാൻ മോളിൽ കൊടുത്തേക്കാം. ടാറ്റ ബൈ, സീ യു.